ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ജനുവരി 10 മിഴനീർ മാതാവ്, അവർ ലേഡി ഓഫ് ടീയേഴ്സ്, ഇറ്റലി 1546. 1546 റോമൻ ഗിറ്റോയുടെ അടുത്തുള്ള മാതാവിൻ്റെ ഡെൽ പോർട്ടിക്കോ ഡി ഒറ്റാവി കുരിശടിയുടെ അടുത്ത് തെരുവിൽ അടിപിടി കൂടിയ 2 പേരിൽ ഒരാൾ മാതാവിനെ ഓർത്ത് എൻ്റെ ജീവൻ രക്ഷിക്കണമേ എന്ന് കെട്ടിപ്പിടിച്ച് അവരനോട് യാചിച്ചു. പക്ഷേ അയാളത് ചെവിക്കൊള്ളാതെ പിറകിലൂടെ കുത്തി പരിക്കേൽപ്പിച്ചു. അപ്പോൾ മാതാവിൻ്റെ സ്വരൂപം 3 ദിവസം കരഞ്ഞു. സാൻ സൽവത്താരോ ഡി കക്കാബറിൻസ് പള്ളിയിലേക്ക് 15-ാം നൂറ്റാണ്ടിൽ ഈ ചുമർ ചിത്രം മാറ്റി. 1612 പള്ളി പുതുക്കി പണിയുകയും 1616 ഈ സ്വരൂപം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. കരയുന്ന മാതാവിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. 1643 മെയ് 20 അമ്മയും കുഞ്ഞുമായുള്ള ആ സ്വരൂപത്തിൽ കിരീടധാരണം നടത്തി. നമുക്കിന്ന് അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണുനീർ പലപ്പോഴും ജീവിതത്തിൻ്റെ രോഗങ്ങളെ ഓർത്ത്, പ്രയാസങ്ങളെ ഓർത്ത്, സങ്കടങ്ങളെ ഓർത്ത് കരയുമ്പോൾ മാതാവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ കണ്ണുനീർ തുള്ളികൾ ഒരിക്കലും നഷ്ടമാവുകയില്ല എന്നുള്ള വലിയ തിരിച്ചറിവ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കണമേ. മിഴനീർ മാതാവ് നമ്മുടെ കൂടെ എന്നും ആയിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ നമുക്ക് നൽകുന്ന ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.